വാർത്തയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം. ബോർഡ് യോഗത്തിന് ശേഷം പോലീസ് ഡോക്ടറെ ചോദ്യം ചെയ്യും. വകുപ്പ് നടപടിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജ് പോലീസ് ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴിയെടുക്കും. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. വ്യാഴാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അമ്മയും കുഞ്ഞും വിഭാഗത്തിൽ കയ്യിലെ 6ാമത്തെ വിരൽ മുറിച്ചുമാറ്റുന്നതിനായി 4 വയസ്സുകാരിയെ പ്രവേശിപ്പിച്ചത്. കുഞ്ഞ് കരഞ്ഞപ്പോൾ തെറ്റിദ്ധരിച്ച് നാവിൽ ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നു. പിന്നീട് പുറത്തെത്തിയപ്പോൾ നാവിൽ നിന്ന് രക്തം വരുന്നത് കണ്ട രക്ഷിതാക്കൾ ചോദിച്ചപ്പോഴാണ് കയ്യിലെ വിരലിന് പകരം നാവിലാണ് ശസ്ത്രക്രിയ ചെയ്തതെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ ഡോക്ടർ തെറ്റ് മനസ്സിലാക്കി ബന്ധുക്കളോട് മാപ്പ് പറയുകയും കൈവിരലിലെ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് സംഭവം വിവാദമായപ്പോൾ ബന്ധുക്കൾ സൂപ്രണ്ടിനും പോലീസിലും പരാതി നൽകി. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ നാവിനും പ്രശ്നമുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്തതെന്നുമുള്ള ന്യായീകരണവുമായി ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.